യൂട്യൂബർ കാഥർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കാസർഗോഡ് കോടതി. അഹമ്മദ് എന്ന യുവാവിനെ മർദ്ദിച്ച കേസിലാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. പോലീസ് കോടതിയിൽ നൽകിയത് കാഥർ കരിപ്പൊടിക്ക് അനുകൂലമായ നിലപാടെന്നും പരാതിക്കാരൻ. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ കാഥർ കരിപ്പൊടിയെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് പോലീസ് ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന ആരോപണവുമായി, വിമർശനവുമായി, പരാതിയുമായി ഈ പരാതിക്കാരൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായും കെ പി, അതായത് ഈ ഖാദർ കരിപ്പൊടി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കാസർഗോഡ് കോടതി തള്ളിയിരിക്കുന്നത്. അഹദ് എന്ന യുവാവിനെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ഖാദർ കരിപ്പൊടി. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ അഹദ് എന്ന യുവാവിന് കാഴ്ചയ്ക്കടക്കം വലിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിലാണ് ഈ ഖാദർ കരിപ്പൊടി കോടതിയെ സമീപിച്ചത്. ഈ കോടതിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പ്രോസിക്യൂഷന്റെ ചില വാദങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ഈ പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ ഖാദർ കരിപ്പൊടിക്ക് അനുകൂലമായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് എന്നുള്ളതാണ് ഈ പരാതിക്കാരന്റെ ഭാഗം പറയുന്നത്. അതായത് ഈ ഖാദർ കരിപ്പൊടിക്കെതിരെ മുൻപ് 2 കേസുകൾ ഉണ്ട്. ഈ കേസും എന്റെ കാര്യങ്ങളോ മറ്റൊക്കെ തന്നെ ഈ പോലീസ് മറച്ചു വെച്ചു എന്നുള്ള കാര്യം കൂടി ഈ പരാതിക്കാരൻ പറയുന്നുണ്ട്. എന്തായാലും ഈ ഖാദർ കരിപ്പൊടിയുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കാസർഗോഡ് കോടതി തള്ളിയിരിക്കുന്നത്. ഈ ഖാദർ കരിപ്പൊടിക്കെതിരെ മുൻപും പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ റിമാൻഡിലായിട്ടുണ്ട്. ഈ KSEB ജീവനക്കാരനെ മർദ്ദിച്ച കേസുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസുണ്ട്. അങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പെടുന്ന ഒരാളാണ് ഖാദർ കരിപ്പൊടി എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, ഇത്രയധികം കേസുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ജാമ്യാപേക്ഷ ഈ കാസർഗോഡ് കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോലും ഖാദർ കരിപ്പൊടി എന്ന യൂട്യൂബർ എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം തരാൻ കാസർഗോഡ് പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് പോലീസ് ഖാദർ കരിപ്പൊടിയെ പിടികൂടാതെ ഒത്തുകളിക്കുകയാണ് എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഈ ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് ഇനി ഖാദർ കരിപ്പൊടിക്ക് കുരുക്ക് മുറുകുകയാണ് കെ പി. യെസ്, യൂട്യൂബർ കാഥർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കാസർഗോഡ് കോടതി തള്ളിയിരിക്കുന്നത്. പോലീസ് ഈ യൂട്യൂബറെ സംരക്ഷിക്കുന്നതായുള്ള വിമർശനവും ശക്തമാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.